തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലും, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും, കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും അല്പസമയത്തിനകം പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ മനീഷ് മഹിപാലുണ്ട്. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇന്ന് വരാനിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിർണായകമായ ചില നീക്കങ്ങളുണ്ടായിരുന്നു. PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരാനുള്ള സാധ്യതയുണ്ട്. ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ നടപടി വൈകുന്നുവെന്ന ആരോപണം വരുന്നു. ഉന്നതരുടെ സംരക്ഷണം ലഭിക്കുന്നുവെന്ന ആരോപണം വരുന്നു. ഇതുൾപ്പെടെ തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്കിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. ആ കേസിൽ ഹൈക്കോടതി ഇന്നലെ സിംഗിൾ ബെഞ്ച് ഈ കേസിൽ അന്വേഷണ സംഘം ആലസ്യത്തിലാണോ എന്ന ചോദ്യം അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചത് പിന്നാലെയായിരുന്നു തങ്ങളുടെ കസ്റ്റഡി നിലവിൽ SIT സ്ഥിരീകരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തു വന്നു. പിന്നീട് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോവർദ്ധന്റെ മൊഴി, ആ കേസിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നിന്നും ശബരിമലയിലെ സ്വർണം വേർതിരിച്ച ശേഷം അത് വാങ്ങിയ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ മൊഴിയടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ കേസിലെ ഈ 2 പ്രതികൾ, ഒരു പ്രതികൾക്ക് പോലും ജാമ്യം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ പ്രതികളിൽ 2 പേർക്ക് വേണ്ടിയിട്ട് കസ്റ്റഡി അപേക്ഷ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടാക്കും. ഇത് എപ്പോൾ കോടതി പരിഗണിക്കും എന്ന് നോക്കിയായിരിക്കും അവരെ കസ്റ്റഡിയിൽ വാങ്ങുക. രണ്ടാമത്തെ പ്രധാന വാർത്ത കോടതിയെ സംബന്ധിച്ചുള്ള വാർത്തയാണത്. മുൻ MLAയും സംവിധായകനുമായിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദിനെ സംബന്ധിച്ചുള്ള പരാതി, ലൈംഗിക പീഡന കേസിലെ പരാതിയിൽ നിലവിൽ ഈ കേസിന്റെ വാദം കോടതി കേട്ടു. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ്. വാദം പൂർത്തിയായ ശേഷം ഇന്ന് അന്തിമമായിട്ടുള്ള വിധി, അതായത് മുൻകൂർ ജാമ്യം സംബന്ധിച്ച് PT മുഹമ്മദ് കോടതി നൽകിയ ജാമ്യാപേക്ഷയിലായിരിക്കും കോടതി വിധി പറയുക. വാദങ്ങളെല്ലാം കോടതി കേട്ടിട്ടുണ്ട്. ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകന്റെ വാദം പ്രധാനമായും ഒരേ ഹോട്ടലിൽ ഈ സംവിധായിക, പരാതിക്കാരിയായ സംവിധായികയും PT കുഞ്ഞുമുഹമ്മദ് ഉള്ളത് കൊണ്ട് ഈ ഇങ്ങനെയുള്ള അപമര്യാദയെ പെരുമാറിയതിന് തെളിവുകളില്ല എന്നാണ് നിലവിൽ ഈ പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ പ്രോസിക്യൂഷൻ അതല്ല, തെളിവുകളുണ്ട്, കോടതിയിൽ വ്യക്തമായ തെളിവുകളും ഒപ്പം തന്നെ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാന വാർത്ത, നേരത്തെ തന്നെ ഒട്ടേറെ പരാതികൾ വന്നിട്ടുള്ള നിലവിൽ വിജിലൻസ് കേസെടുത്തിട്ടുള്ള ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ നടപടി വൈകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴെടുത്ത കേസിൽ 2 ദിവസം മുൻപ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം റിപ്പോർട്ട് നൽകിയിട്ടും ഇതുവരെയും ശുപാർശ ചെയ്തിട്ട് പോലും ഇതുവരെയും ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇത് ആദ്യ സംഭവമല്ല. 1,80,000 രൂപയാണ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ കൊടി സുനിയിൽ നിന്നും ജയിലിൽ അനധികൃതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ വാങ്ങിയിട്ടുള്ളത്. അതായത് ജയിലിലെ പ്രതികൾക്ക് പരോൾ നൽകുക, ജയിലിൽ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അടക്കം ഇയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അടക്കം നിരവധി തുക വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേസെടുത്ത്. പക്ഷേ ഇപ്പോഴും MK വിനോദ് കുമാറിനെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നുവെന്ന പരാതിയാണ് ഉയരുന്നത്. ഇയാളുടെ ഭാര്യയുടെ പേരുള്ള സ്വത്തുവകകൾ കൂടി അന്വേഷിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ കേസെടുത്ത് ഇയാളുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സംശയം മുന്നിൽ നിൽക്കുമ്പോഴും ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്താണെങ്കിലും അത് സംബന്ധിച്ചുള്ള നടപടി വൈകുമ്പോൾ എന്തൊക്കെയായിരിക്കും സർക്കാരിന്റെ നീക്കം? MK വിനോദ് കുമാറെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറുമോ? ഇതല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് തേടിയേക്കും. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.